ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2 റോക്കറ്റുകൾ തൊടുത്തെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. ഇതിലൊരെണ്ണം തകർത്തെന്നും മറ്റൊന്ന് ആൾതാമസമില്ലാത്ത ഇടത്താണ് പതിച്ചതെന്നും IDF വ്യക്തമാക്കി. അതേസമയം ഇസ്രായേലിന് നേരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തു. ടെലഗ്രാം വഴി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് തെക്കൻ ഇസ്രായേലിലെ നെറ്റ്വോട്ടിലേക്ക് റോക്കറ്റ് തൊടുത്തുവെന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവകാശപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ആദ്യമായാണ് ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് തൊടുക്കുന്നത്. റോക്കറ്റ് തൊടുത്തതിന് തൊട്ടു പിന്നാലെ തെക്കൻ ഇസ്രായേലിലെ നെറ്റിവോട്ടിലും പരിസരത്തുമുള്ള കമ്മ്യൂണിറ്റികളിൽ സൈറൻ മുഴങ്ങിയിരുന്നു. ആളപായമുണ്ടായതായോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായോ വിവരമില്ലെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത്. ഇതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ ഒരു ബഹുനില കെട്ടിടം തകർത്തിരുന്നു. ഞങ്ങൾ തുടരുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് എക്സിൽ കെട്ടിടം തകരുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഗാസയിലെ മറ്റൊരു ടവറും ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു. ഹമാസ് ഈ ടവറുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം. എന്നാൽ ഹമാസ് ഇത് നിഷേധിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ശനിയാഴ്ച 10,000 പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നെതന്യാഹുവിന്റെ വസതിക്ക് സമീപമാണ് 10,000 ജനങ്ങൾ പ്രതിഷേധവുമായി അണിനിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ റാലി ജെറുസലേമിൽ നടന്നത്. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളാണ് ജെറുസലേമിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. അധികാരത്തിൽ തുടരാൻ ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബലിയർപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഏതാണ്ട് 50ഓളം ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മരണത്തിന് നിഴലുള്ള സർക്കാർ എന്നെഴുതിയ ഒരു ബാനർ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. അവർ ഇപ്പോഴും ഗാസയിൽ എന്തിനാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തേക്ക് എത്തിയത്. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു. പ്രതിഷേധക്കാരെ തടയുന്നതിനായി പോലീസ് റോഡ് അടച്ചിട്ട് മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. ഇതിനു പുറമെ പ്രതിഷേധം നടന്ന സ്ഥലത്തേക്ക് ജലപീരങ്കിയും എത്തിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നില്ല എന്നാണ് ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്.